മോഹൻ വർഗീസ്, ഇപ്പോൾ സർവേ ഏജൻസികൾ ഒരുപാടുണ്ട് എന്ന് മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ സർവേ ഏജൻസികളുടെ ക്ലയൻസായി മാറാറുമുണ്ട്. പലപ്പോഴും അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും വരാറുണ്ട്. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവേ ഏജൻസിക്ക് തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുവെന്ന് ആ സർവേ ഏറ്റവും കൂടുതൽ ആങ്കർ ചെയ്തിട്ടുള്ള രാജ്ദീപ് സർദേശായി അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയപ്പോൾ അതിൽ പറയുന്നുണ്ട്. കാരണം BJPക്ക് വേണ്ടി സർവേ നടത്താറുള്ള, ഇപ്പോഴും ചില ഗവൺമെൻറ് പ്രൊജക്ടുകൾക്ക് സർവേ ചെയ്യാറുള്ള ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് അവിടെ ബയാസ് കൂടുതലായിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡിബാക്കിലിന് ശേഷം പിന്നെ കാര്യമായി വന്നിട്ടുമില്ല. ഇത് താരതമ്യേന പുതിയ, നമ്മൾ അധികം കേൾക്കാത്ത ഒരു ഏജൻസിയാണ് വോട്ട് വൈബ്. വോട്ട് വൈബ് കേരളത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ആധികാരികമാകാൻ സാധ്യതയുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഏജൻസി നടത്തുന്ന സർവേ, പ്രത്യേകിച്ച് ബോംബെ ബേസ്ഡായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മാത്രം കാര്യങ്ങൾ മുൻപ് പറഞ്ഞാൽ അത് വളരെ അടുത്ത കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു ഏജൻസി എന്ന നിലയിൽ ഇതിൻ്റെ ഒരു സാമ്പിൾ സൈസ് ഇപ്പോൾ 10,000 പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ് ഈ 10,000 പേരെ ഈ കാറ്റഗറി തിരിച്ചിരിക്കുന്നത്, ഇതെല്ലാം അവർ വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും 8-9 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏർലിയസ്റ്റ് ഒരു സൂചന എന്ന നിലയിലാണ് ഗൗരവപൂർവ്വം ഇപ്പോൾ കേരളം ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പോൾ റിസൾട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു റാമിഫിക്കേഷൻ വരുന്നത് ഈ പോളിൻ്റെ ചില സൂചനകളാണ്. പ്രത്യേകിച്ച് 2 സൂചനകളാണ്. UDF ക്യാമ്പും LDF ക്യാമ്പും കൃത്യമായി ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടും. കാരണം LDFിൻ്റെ ഭാഗത്താണ് ഒരുപക്ഷെ കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ശ്രീ പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി ഒരു 3-ാം ഊഴം തുടർ ഭരണം എന്ന നിലയിലേക്ക് LDF ഏതാണ്ട് മാനസികാവസ്ഥ എത്തിച്ചു നിർത്തിയിരിക്കുന്നു. അവിടെ KK ശൈലജയ്ക്കാണ് പ്രാധാന്യം. ഏതാണ്ട് 24% പിന്തുണ കേരള ജനത, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ 24% പേര് KK ശൈലജയ്ക്കും കേവലം 17% പേര് മാത്രം നിലവിലെ മുഖ്യമന്ത്രിക്കും പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പം പൊതുവെ ഉണ്ട് എന്ന പ്രതീതി അവിടെ ജനിക്കുന്നു. ഇതിനേക്കാൾ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ട്. അത് നിലവിലുള്ള ആശയക്കുഴപ്പം. LDFിൽ വലിയ ആശയക്കുഴപ്പങ്ങളില്ല. UDFിൽ ആശയക്കുഴപ്പമുള്ളത് ഏതാണ്ട് വലിയ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഈ മുറിവിൽ മുളകരച്ച് പുരട്ടുന്നത് പോലെയാണ് ശശി തരൂർ ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ ടൈമിങ് വളരെ പ്രധാനമാണ്, അതിൻ്റെ കണ്ടന്റ് വളരെ പ്രധാനമാണ്. ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം തരൂർ കഴിഞ്ഞ 2 വർഷമായി ഹി ഹാസ് ത്രോൺ ഹിസ് ഹാറ്റ് ഇൻ ടു ദ റിംഗ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി താൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കടന്നുകൂടാൻ ശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനേഷൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് മുൻപ് ലഭിക്കാൻ ചെയ്തതിന് സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു കൾച്ചറൽ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തരൂർ ഇത് ചെയ്യുന്നത്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി ഡൈനാസ്റ്റിക് ഒരു ഓവർച്യൂസ് ഉള്ള പാർട്ടിയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ താഴെത്തട്ടിൽ മുതൽ അടിച്ച് കളിച്ച് കയറി വന്ന ആളുകൾ, അവരുടെ തലയ്ക്ക് മീതെ ഹൈക്കമാൻഡ് ഒരു കാൻഡിഡേറ്റിനെ, അത് പ്രത്യേകിച്ച് താൻ പോരുമയുണ്ട് എന്ന് ഹൈക്കമാൻഡിൻ്റെ കേരളത്തിലെ പലരും കരുതുന്ന തരൂരിനെ പ്ലേസ് ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് തരൂർ എങ്കിൽ ഈ കുളം ഒന്ന് കലക്കിയെടുക്കാം, അത് തെളിയുന്നുണ്ട് എങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ചാൻസ് കോൺഗ്രസ് നൽകില്ല, പക്ഷേ UDF അധികാരത്തിൽ വരില്ല എന്ന പ്രതീതിയുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? പൊതുജനങ്ങൾ തന്നോടൊപ്പമാണ്. 28% ജനകീയ പിന്തുണ തരൂരിനുണ്ട് എന്ന് ഈ ഏജൻസി പറയുമ്പോൾ ഗൗരവമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം അത് ചർച്ച ചെയ്യുമെങ്കിൽ അവിടെയാണ് തരൂരിൻ്റെ ചാൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല തരൂർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണെറിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. 2 ഉദ്ദേശങ്ങൾ മാത്രമേ തരൂരിനുള്ളൂ. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. അങ്ങനെ വലിയ രീതിയിൽ തനിക്ക് അദ്ദേഹത്തിന് കണക്ക് തീർക്കാനുള്ള പല കാര്യങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വത്തോട്. അത് നേരിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിന് പുറത്ത് നിന്നുകൊണ്ട് പരമാവധി അലോസരം ഉണ്ടാക്കുക ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ തരൂരിനെ വിളിക്കൂ, UDFിനെ രക്ഷിക്കൂ എന്ന് UDF മൈൻഡഡ് ആളുകളല്ല, മറിച്ച് നിഷ്പക്ഷരായ ആളുകൾ, പ്രത്യേകിച്ച് ന്യൂജൻ ആളുകൾ ചിന്തിച്ചു തുടങ്ങി എന്ന പ്രതീതിയാണ്. അതുകൊണ്ട് ഗംഭീരമായ ആശയക്കുഴപ്പം UDFിനോട് ഉണ്ടാക്കാൻ ഈ സർവേക്ക് സാധിച്ചു. തരൂർ അതിനെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്തെടുത്തു, റീട്വീറ്റ് ചെയ്തതിലൂടെ. ശരി, ശ്രീ പ്രേംകുമാർ, ഇത് തന്നെയാണോ കേരളത്തിൻ്റെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ്? ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ, ആസാമിലൊക്കെ ഇവർ സർവേ നടത്തിയിട്ടുണ്ട്. ആസാമിൽ BJP ഭരിക്കുന്ന ആസാമിലും തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലും ഭരണവിരുദ്ധ വികാരമുണ്ട്.
എന്നാണ്. അത് 50% മുകളിലാണ് കേട്ടോ. 50% മുകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് ഈ ഏജൻസി പറയുന്നത്. അഭിലാഷ്, ഇത്തരത്തിലുള്ള സർവേകളെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായം പറയാറോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കാറോ ഇല്ല. ഇതിൽ പക്ഷെ പങ്കെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ശശി തരൂർ ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ്. ശശി തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇ ഡി മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ട്വീറ്റാണ്. ഇ ഡി മാത്യു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് moneycontrol.com എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലിൽ വന്ന ഈ സർവേയെ പറ്റിയുള്ള വാർത്തയാണ്. moneycontrol.com എന്നുള്ളത് നമുക്കറിയാം മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇത്ര നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയട്ടെ. UDF ക്യാമ്പിൽ കൃത്യമായൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടത്, സർവേ ഉണ്ടാക്കിയത് എന്ന് പറയും ഞാൻ. കാരണം നിങ്ങൾ പറയുന്ന ഈ അമിതാഭ് തിവാരി നാഷണൽ ചാനലുകളിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിനെതിരെ, ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സെക്യുലർ ഫ്രണ്ടിനെതിരെയും BJPക്ക് അനുകൂലമായിട്ടും തന്നെ സംസാരിക്കുന്ന ആളാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്, നെറേറ്റീവ് കൺഫ്യൂഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമിതാഭ് തിവാരി ഈ അടുത്ത് തുടങ്ങിയ ഒരു ഏജൻസിയാണിത്. ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസീസ് നടത്തുന്ന സർവേകൾ വാല്യൂ ഫ്രീ ആണെന്നോ ഒബ്ജക്റ്റീവ് ആണെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേയെ ഞാൻ കാണുന്നത് കോൺഗ്രസിനുള്ളിൽ UDFന്റെ സിമ്പതൈസേഴ്സിന്റെ ഇടയ്ക്ക് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അഭിലാഷ് വാർത്തക്കടയിൽ പറഞ്ഞതുപോലെ ഇവർ പറയുന്ന മൊത്തത്തിലുള്ള ഒരു കണക്ക് UDFനാണ് 38% ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം അംഗീകരിക്കാം. LDFന്റെ കൂടെ 27% ആളേ ഉള്ളൂ, അതും സമ്മതിക്കാം. പക്ഷെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, കേരളത്തിൽ 23% ആളുകൾ NDAയുടെ ഒപ്പമാണെന്ന്. ലീഡർഷിപ്പ് ക്രൈസിസ് ഉള്ളത് LDFലും UDFലും മാത്രമാണ്. എവിടെ ഇല്ല, BJPയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവർ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഗതി കേരളത്തിൽ വളരെ മേജർ ആയിട്ടുള്ള ഒരു തേർഡ് ഫ്രണ്ട് ഉയർന്നു വരുന്നു, അത് NDA ആണ്, BJP ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ. ഇങ്ങനെയുള്ള ഒരു സർവേയുടെ പിന്നിലുള്ള BJPയുടെ അജണ്ട മനസ്സിലാവാത്ത ആളല്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനോട് പിറകിൽ പോയാൽ എന്നെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ശശി തരൂരിന് മനസ്സിലായിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ വലിയൊരു പ്രശ്നം. UDFന്റെ വലിയ പ്രസ്റ്റീജ് ഫൈറ്റ് ആയിരുന്ന നിലമ്പൂർ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞാലാണ് തരൂർ. വിളിക്കാൻ ഇത് കല്യാണമൊന്നുമല്ല എന്ന് മറ്റൊരു MP മറുപടി പറഞ്ഞ സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ഞാനാണ് ഏറ്റവും നല്ല ആ സർവേ അയാളെ അദ്ദേഹം എൻഡോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി വളരെ കൃത്യമായിട്ടും കോൺഗ്രസിനെ പിന്നെയും കൺഫ്യൂഷനിലാക്കുന്ന, ഒരു വട്ടം കൂടെ കൺഫ്യൂഷനിലാക്കുന്ന കാര്യമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശശി തരൂർ ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടെ, KPCC പ്രസിഡന്റ് ഇത് കണ്ടിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. എവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എന്താ പറയുക ഹോളോനെസ്, പാപ്പരത്തെ എവിടെയാണ്? അദ്ദേഹം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്ന് സർവേ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം UDFും LDFും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. എമേർജ് ചെയ്യുന്നത് NDA ആണ് എന്നുള്ളതാണ് ഈ സർവേയുടെ കൺഫ്യൂഷൻ. ആ അപകടം തിരിച്ചറിയാതെ UDFന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ എന്തായാലും ഞങ്ങൾ ജയിക്കുമെന്ന് സർവേ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരാണോ അല്ലയോ എന്നുള്ളത് പിന്നെ പറയാമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിലവിൽ എല്ലാ ഘട്ടങ്ങളിലുമുള്ള BJPയും സംഘപരിവാർ ഉയർത്തുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാണാതെ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ഹോളോനെസ് ആണ് ഇതിലൂടെയും വെളിവാകുന്നത്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഈ സർവേ 2 ദിവസം മുമ്പ് വന്നതാണ്. അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിരുന്നു എന്ന് മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലും അവൈലബിൾ ആണ്. ഇതൊരു ചർച്ച ആകുമായിരുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, നേതാക്കൾ തന്നെ, നമ്മുടെ നാട്ടിലെ നേതാക്കൾ തന്നെ ഓരോ ഏജൻസികളെ വെച്ച് അവരവരുടെ മണ്ഡലങ്ങളിലെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് മാറണോ എന്ന് നോക്കാൻ വേണ്ടി സർവേ നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ 6-7 സർവേ ഏജൻസികൾ ഏറ്റവും മിനിമം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമുള്ളതല്ല. പക്ഷേ ഈ സർവേയുടെ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ചയാവുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അതിവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ ശശി തരൂർ അതിനെ എൻഡോസ് ചെയ്തതുകൊണ്ടാണ്. ശശി തരൂർ ഞാനാണ് ഏറ്റവും പോപ്പുലറായ ആൾ എന്നിതാ സർവേ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം റീട്വീറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ED മാത്യുവിന്റെ ട്വീറ്റ് അദ്ദേഹം റീട്വീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായും അതിനെ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ കളിയിലുണ്ട് കേട്ടോ എന്നുകൂടി പറയാനായിരിക്കുമല്ലോ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെ വന്ന് ഭവിക്കും? നോക്കൂ അഭിലാഷേ, ഒരു സർവേ നടത്തിയിട്ട് ആ സർവേയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ രസകരമായിരിക്കും. ഈ സർവേ അതിൻ്റെ സർവേയുടെ ഗൗരവത്തിൽ തന്നെ ഞാൻ എടുക്കുന്നു. അതോടെ നിൽക്കട്ടെ, സർവേ നടത്തുന്നവരെ നമ്മളങ്ങനെ ചെറുതാക്കി കാണേണ്ട കാര്യമൊന്നുമില്ല.
അതിൽ അവർ പറയുന്ന ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതായത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നുള്ളത്. ഇതിവർ കണ്ടെത്തുന്നതല്ലല്ലോ. ഗോകുമാർ സാറിനും എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് നിലമ്പൂർ വ്യക്തമാവുകയും ചെയ്തു. അപ്പം നമുക്കതൊരു പുതുമയില്ല. പക്ഷേ ഒരു സർവേയിലും അത് പറഞ്ഞു എന്നുള്ളത് ഒരു ഗൗരവമുള്ള കാര്യം. മറ്റൊരു കൗതുകമുള്ള കാര്യമാണ്. കാരണം ശശി തരൂര് ഒരാൾ പറഞ്ഞ കാര്യം അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. സാധാരണ ഇതിൽ കേരളത്തിലെ ഒരു KPCCയുടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യമാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതൊരു കൗതുകത്തിന് ചർച്ചയായിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരൊക്കെ സാഹിത്യകാരനും എഴുത്തുകാരനൊക്കെയാണ്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സാഹിത്യ അക്കാദമി MP നാരായണപിള്ളയുടെ പരിണാമം എന്ന നോവലിനൊരു അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ നാരായണപിള്ള അന്ന് സെക്രട്ടറി എന്ന പായിപ്ര രാധാകൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ അവാർഡിൻ്റെ തുക എനിക്ക് അയച്ചു തന്നാൽ മതി, അവാർഡ് വേണ്ട. അപ്പോൾ പായിപ്ര പറഞ്ഞത് പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത്, എടോ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത് 10,000 രൂപയാണ്, പക്ഷേ ഇതൊരു ചർച്ചയായി എനിക്ക് 1,00,000 രൂപയുടെ പബ്ലിസിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. ഏതാണ്ട് അതേപോലെയുള്ള ഒരു കാര്യമായിട്ട് എനിക്കിപ്പോൾ ഇതിൽ തോന്നുന്നുള്ളൂ. ശശി തരൂരിൻ്റെ ഈ വിഷയമൊന്നും കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പഴയ ശശി തരൂരിൻ്റെ ഒരു വർഷം മുമ്പുള്ള നിലപാടുകളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ശശി തരൂർ ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ യോജിക്കുകയാണ്. പക്ഷേ 2 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. കേരളത്തിലെ കോൺഗ്രസിനെ തുടർ തോൽവികളിൽ നിന്ന് രക്ഷിക്കാൻ തരൂർ വേണമെന്ന് അഭിപ്രായപ്പെടുന്ന പല ആളുകൾ ഉണ്ടായി. ഞാൻ പേരൊന്നും പറയുന്നില്ല. UDF-ലെ തന്നെ പ്രമുഖ ഘടക കക്ഷിയിലും അതിന് ടേക്കേഴ്സ് ഉണ്ടായി. ഇടയ്ക്ക് തരൂർ നടത്തിയ ഒരു മലബാർ പര്യടനമൊക്കെ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. അദ്ദേഹം എല്ലാ സംഘടനകളുടെയും മുഖ്യാതിഥിയാവുന്നു. മലബാറിലെ മുസ്ലിം സംഘടനകളുടെ NSS-ന്റെ ഒക്കെ മുഖ്യാതിഥിയാവുന്നു. അപ്പോൾ ഇനി തരൂരിന്റെ കാലം എന്ന മട്ടിൽ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടം മാറി, അല്ലെങ്കിൽ തരൂർ ആ ഒരു നറേറ്റീവിൽ നിന്ന് മാറുകയും UDF കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ പൊസിഷനിൽ എത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ തരൂരിനെ സംബന്ധിച്ച് ആ മോഹമില്ലാതിരിക്കില്ലല്ലോ, മനുഷ്യനല്ലേ? അല്ല, തരൂരിൻ്റെ മോഹം, തരൂര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞല്ലോ. അന്ന് കേരളത്തിലെ എല്ലാ വാർത്താമാധ്യമങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ അതിന് ശേഷം നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾക്ക് ശേഷം അതാരും ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ ദേശീയ തലത്തിൽ AICC-യിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളെ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറാക്കി. പക്ഷേ ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ചിന്തിക്കുന്ന പോലെ നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ശശി തരൂരിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ വേവലാതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതൊരു ട്വീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ അദ്ദേഹം ഇതിങ്ങനെ ഒന്ന് പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും കോൺഗ്രസിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് ഇപ്പോൾ പറയാം, കോൺഗ്രസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയാം. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ആലോചിച്ചറിയാം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 2-3 നേതാക്കളുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവൊന്നും ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. പിന്നെ ചർച്ചയാക്കുമ്പം ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നൊക്കെ ചിലർക്ക് താല്പര്യപ്പെടാം, ചിലർക്ക് സന്തോഷിക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ശൈലജ ടീച്ചറെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പിണറായി വിജയൻ അവിടെ പ്രശ്നമായി, CPM-ൽ പ്രശ്നമായി, ശൈലജ ടീച്ചർ ഇതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന അവർക്ക് പറയാം. അതിൽ ഇപ്പുറത്തെ ഈ മറ്റേ കോൺഗ്രസിനെതിരെ നിൽക്കുന്നവർക്കൊക്കെ പറയാം, എന്താ ശശി തരൂർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയാം. പക്ഷേ കേരളത്തിലെ UDF-നോ കോൺഗ്രസിനോ ഇതൊരു പ്രശ്നമാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിൻ്റെ 2 വർഷം മുമ്പുള്ള മുഖമല്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കയ്യിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു വലിയ സർവേ നടന്നത് അഭിലാഷിന് ഓർമ്മയുണ്ടല്ലോ. എന്താണ് ആ വലിയ സർവേ? കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അതിലെല്ലാ നേതാക്കളും ഏതാണ്ട് യുവജന നേതാക്കളടക്കം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ തുടങ്ങി. കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയല്ലോ. 1 ലക്ഷം 1.5 ലക്ഷം 1.25 ലക്ഷം. ഇതേപോലെ കോൺഗ്രസിന്റെ യുവനേതാക്കളും അല്ലാത്ത നേതാക്കളും 1 ലക്ഷത്തിന് മുകളിലുള്ള മാർജിനിൽ ജയിച്ചു. കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് 90 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. പക്ഷേ സംഭവിച്ചത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ വോട്ട് കുറഞ്ഞു. LDF 76 ലക്ഷത്തിൽ നിന്ന് 96 ലക്ഷത്തിലേക്ക് മെർജ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ എക്സിറ്റ് പോൾ നടന്നു ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമസഭ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാറ്റിലാണ്. ഞാനതല്ല പറഞ്ഞേ അഭിലാഷ് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് കയറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല സർവേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം ശശി തരൂരിനുണ്ടോ? ഇത്തവണ ശശി തരൂർ 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചത്. ഇപ്പുറത്ത് 1 ലക്ഷം 1.5 ലക്ഷം അല്ലേ. 2021-ലെ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്, 19 അല്ല. ക്ഷമിക്കണം 2021-ലെ ലോക്സഭാ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ
അതെ 24 ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റ് നേതാക്കൾക്ക് കാസർഗോഡ് ഉണ്ണിത്താൻ തൊട്ട് 1 ലക്ഷത്തിന് മേലെ എല്ലാവരുടെ വോട്ടുകൾ, ശശി തരൂരിന് 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറയുന്ന ആൾക്ക് കിട്ടിയ ജനങ്ങളുടെ അംഗീകാരം അതൊരു സർവേ അല്ലേ? ഒരു സർവേ തലത്തിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിനെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സർവേ ഇവിടെ നിൽക്കട്ടെ, പക്ഷേ ഇത് രാഷ്ട്രീയ കക്ഷികൾക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമായി മാറി. അതിപ്പോൾ തീർച്ചയായിട്ടും അതിൽ CPM ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ KK ശൈലജയെ തഴഞ്ഞു എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തഴഞ്ഞു എന്നൊരു ചിന്ത വരുമ്പോൾ അവരെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, അവരെ 60,000 വോട്ട് മട്ടന്നൂർ ജയിച്ച ഒരു നേതാവിനെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാതിരിക്കാൻ ശ്രമിച്ചു, അവരുടെ അവാർഡ് നിരസിക്കാൻ ശ്രമിച്ചു, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ചയാക്കാൻ നല്ലതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ശശി തരൂരിനെ കുറിച്ചും പറയാം. പക്ഷേ ശശി തരൂർ ഇപ്പോൾ ശൈലജ ടീച്ചർ അത് ഷെയർ ചെയ്തില്ല. എന്താ കാരണം? അത് ആ പാർട്ടിയുടെ സ്വഭാവം. നേരെ മറിച്ച് ശശി തരൂർ ഷെയർ ചെയ്തു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി ഇലക്ഷനായപ്പോഴേ ഒരു സർവേ നടത്തി. അതിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ 28% പേര് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. സതീശൻ അത് ഷെയർ ചെയ്തില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുള്ളത് ഇവരൊന്നും ഇങ്ങനെയൊന്നും ഷെയർ ചെയ്യില്ല. നേരെ മറിച്ച് ചർച്ചയാക്കാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യും. അപ്പം നമ്മൾ ചർച്ചയ്ക്ക് ഇപ്പം നാളെ ശശി തരൂർ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് വലിയ വിഷയമാക്കും. പക്ഷേ ഒരു കാര്യം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, ഈ വിഷയം ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം ഇല്ല.